നിസ്കാരം ഭാരമല്ലാത്ത ആളുകളെ അല്ലാഹു ഉയരിക്കുന്നത് സദാസമയവുമുള്ള ഖാശിഈൻ. നിസ്കാരത്തിൽ മാത്രമുള്ള ഖുശൂഅല്ല, സദാസമയം ഖാശിഈൻ. ആരാ സദാസമയം ഖാശിഈൻ? ഖുശൂഉള്ളവർ, ഞാൻ മരിക്കും എന്നുറപ്പിക്കുന്നവർ. മരിച്ചാൽ അല്ലാഹുവിങ്കലെത്തും, ചോദ്യം ചെയ്യപ്പെടും, വിചാരണ നടത്തപ്പെടും, അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, പരലോകത്ത് ജീവിക്കേണ്ടി വരും എന്ന് ഓർമ്മയുള്ളവർ. ഈ ഓർമ്മയുള്ളവർക്കാണ് നിസ്കാരം ഭാരമല്ലാത്തത്, അവർക്കാണ് നിസ്കാരം സന്തോഷകരമാകുന്നത്. ഇപ്പൊ നിസ്കാരം പ്രദാനം ചെയ്യേണ്ട ധർമ്മമല്ലേ ഈ ഖുശൂഅ്? അങ്ങനെ ധർമ്മം ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ. താബഈങ്ങളിൽ ഒരു മഹാനുണ്ട്, റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കഥകൾ സുദീർഘമാണ്. ഞാൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രം പറയട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അദ്ദേഹം. 20 കൊല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സദാ എന്ന് കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് കേട്ട ഹദീസുകളും പാഠങ്ങളും ഇൽമുകളും പഠിച്ചിട്ടുള്ള മഹാനായ ശിഷ്യനാണ് റബീഅ ഇബ്നു ഖൈസം. ആ റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, മാ ദഖൽതു ഫി സ്വലാത്തി ഖത്തു ഫഅഹമ്മനി ഫീഹാ ഇല്ലാ മാ അഖൂൽ വമാ യുഖാലു ലീ. നിസ്കാരത്തിന്റെ അകത്ത് ഞാൻ അങ്ങ് പ്രവേശിച്ചാൽ ഞാൻ എന്താണോ എന്റെ നാക്കുകൊണ്ട് ഉരുവിടുന്നത്, അല്ലെങ്കിൽ എന്നോട് എന്താണോ നിർദ്ദേശിക്കപ്പെടുന്നത്, ഞാനൊരായത്തോടുമ്പോ ആ ആയത്തിന്റെ അകത്ത് എന്നോടുള്ള നിർദ്ദേശമാണെങ്കിൽ ആ നിർദ്ദേശം മാത്രമാണ് എന്റെ മനസ്സിൽ. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പ്രകീർത്തിക്കുകയാണെങ്കിൽ അതുമാത്രമാണ് ആ സമയത്ത് എന്റെ മനസ്സിൽ. ഞാൻ പറയുന്നതോ എന്നോട് പറയപ്പെടുന്നതോ അല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല ഒരു നിസ്കാരത്തിലും. ഇത് കണിശമായി ആണത്തോടുകൂടെ ആർജവത്തോടുകൂടെ പറയാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ മക്കളിലുണ്ടായിരുന്നു, ഇസ്ലാമിന്റെ മക്കളിൽ നമ്മുടെ പിതാക്കളിലുണ്ടായിരുന്നു, പഴയ കാലത്തെ സലഫിൽ. അവർ പ്രമുഖരായ റബീഅ ഇബ്നു ഖൈസം. അദ്ദേഹത്തിന് നമസ്കാരത്തിൽ ഈ ഖുശൂഅ് ഉണ്ടാക്കി തീർത്ത ജീവിതത്തിലെ ഖുശൂഅ് എന്താണ്? വബശ്ശിരിൽ മുഖ്ബിത്തീൻ. സദാസമയവും മഹാനായ ഇബ്നു മസ്ഊദ് തന്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യനായ റബീഅ ഇബ്നു ഖൈസമിനോട് പറയുന്നത് വബശ്ശിരിൽ മുഖ്ബിത്തീൻ. അടക്കമുള്ള ഒതുങ്ങി മാത്രം ജീവിക്കുന്ന, കീഴ്പോട്ട് മാത്രം നോക്കുന്നതായ ആളുകൾക്ക് സ്വർഗം കൊണ്ട് സുവിശേഷമുണ്ട് ഖുർആനിൽ. അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെങ്ങാനും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരുന്നെങ്കിൽ തങ്ങൾ നിങ്ങളെ കണ്ട് സന്തോഷിക്കുമായിരുന്നു. ഞങ്ങൾ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ റബീഅ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട് നബി സന്തോഷിക്കുമായിരുന്നു. ഈ 20 കൊല്ലവും ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക് നിരന്തരം വരുന്ന ഈ ശിഷ്യനെ ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ വെച്ച് കടന്നു വരുമ്പം വാതിൽ തുറന്നു കൊടുക്കുന്ന പെമ്പറിനോട് പറയുന്നത് അന്ധന്ന സന്നിപട്ടം. വാതിലും അങ്ങനെ കൊട്ടിയിട്ട് ആരാ വന്നിട്ടുണ്ടെന്ന് വിവരറിയിച്ച പെണ്ണ് വന്നു നോക്കും. വെള്ളാട്ടി വന്നു നോക്കുന്ന നേരത്ത് കണ്ണു കാണാത്ത ഒരാളായിട്ടാ കാണുന്നത്. കാരണം ഒരിക്കൽ പോലും ഈ വെള്ളാട്ടി പെണ്ണ് തന്റെ മുഖത്തേക്ക് ഇയാൾ നോക്കുന്നത് കണ്ടിട്ടില്ല, കീഴ്പോട്ട് നോക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആരാ വന്നത്? ഇബ്നു മസ്ഊദ് ചോദിച്ച അന്നേരം അദ്ദേഹം പറയുന്നു സ്വദീഖുക്കല്ല മാ ഖദിജ. നിങ്ങളാ കണ്ണുകൂടാത്ത സഹോദരല്ലേ മൂപ്പരാവുന്ന, നിങ്ങളാ കണ്ണുകൂടാത്ത സഹോദരൻ. ഇബ്നു മസ്ഊദ് കേൾക്കുമ്പോൾ ചിരിക്കും. നല്ലൊരു കണ്ണാണ് മനുഷ്യൻ റബീഅ ഖൈസമിനെ കൊണ്ടുപോയിട്ട് കണ്ണുകൂടാത്ത ആളുകൾ. എന്താ അടങ്ങി ഒരേ ഭാഗത്തേക്ക് മാത്രം നോക്കുന്നത് കൊണ്ട് ഈ ഇഖ്ലാസാണ്, ഈ ഖുശൂഅാണ്, ഈ ഇഖ്ലാസാണ്, ഈ അടക്കമാണ്, ഈ ഒതുക്കമാണ് മഹാനായ റബീഅ ഖൈസം തങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂഅ് പ്രദാനം ചെയ്തത്. നിസ്കാരത്തിലെ ഖുശൂഇൽ നിന്ന് പ്രദാനം ചെയ്യപ്പെട്ടത് അല്ലാഹുവിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നവരാൾ, അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന് നിസ്കാരം കൊണ്ട് ഓർമ്മയിൽ വന്നിട്ടുള്ളവരാൾ, 5 നേരം നിരന്തരമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ആൾ, ഈ 5 നേരത്ത് നിസ്കരിക്കുമ്പോഴും ആ ഓർമ്മ ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞു വന്നിട്ടുള്ളവരാൾ ബാക്കി സമയത്ത് ഈ ഖുശൂഇൽ പ്രാക്ടിക്കലായി അവൻ വരും, ഓട്ടോമാറ്റിക്കായി അവൻ അതിൽ വരും. ഇത് വരണം, ഇതാണ് അല്ലാഹുവിന്റെ നിശ്ചയം. അങ്ങനെ വരാനുള്ള ഇടപാടാ നിസ്കാരം. ഈ ചിന്ത നമുക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, നിസ്കാരത്തെക്കുറിച്ചുള്ള ലക്ഷ്യബോധം നമ്മുടെ നിസ്കാരത്തിലില്ല.